നമുക്കൊരു ഹെൽത്തി പൊറോട്ട ഉണ്ടാക്കാം. ഇതാണ് ബാജ്റയുടെ ആട്ട, ബാജ്റ ആട്ട എന്നൊക്കെ പറയുന്നത്. ഇത് ഗോതമ്പ് പൊടി, കൊത്തമല്ലി ഇല, ഇഷ്ടംപോലെ വയറ്റിലോട്ട് കൊത്തമല്ലി ഇല പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം. ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് പേസ്റ്റാണ്. ഇത് നമ്മുടെ പീസില്ലേ, ഗ്രീൻ പീസ് പുഴുങ്ങി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ പൊറോട്ടയ്ക്കകത്ത് മിക്സ് ചെയ്യാൻ അതിന് വേണ്ടിയുള്ളതായിരുന്നു. ഗ്രീൻ പീസിൻ്റെ പൊറോട്ടയായത് ശരിക്കും പറഞ്ഞാൽ. അതെല്ലാം കൂടെ ഉപ്പ് ചേർത്ത് നന്നായി ഇച്ചിരി എണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായി അത് കുഴച്ചെടുത്തു. ഒത്തിരി സോഫ്റ്റ് അല്ല, ഒത്തിരി ഹാർഡും അല്ല. കാരണം ഇത് ബാജ്റയുടെ ആട്ടെ, വെള്ളം കൂടിപ്പോയാൽ ഇത് പരളത്തില്ല. ഇത് വലിയ പാടാണ്. ഇത് എനിക്ക് പരത്താൻ മടിയായതുകൊണ്ട് ഞാൻ ഈ പൂരി പ്രസ് ചെയ്യുന്നതല്ലേ അതിനകത്താണ് ഞാൻ ചെയ്തത്. കാരണം ആദ്യമായിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പെർഫെക്റ്റായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് വരുന്നുണ്ട്. ചെറിയ ചെറിയ പൂരിയേക്കാൾ ഇച്ചിരി വലുപ്പമുള്ള പൊറോട്ട ഉണ്ടാക്കി ഞാൻ. ഇത് ഗ്രീൻ പീസ് പൊറോട്ടയാണ്. അതുണ്ടാക്കിയപ്പം നന്നായിട്ടുണ്ടാകുന്നുണ്ട്. അത് നന്നായിട്ട് രണ്ട് സൈഡും നല്ലതായിട്ട് അമക്കി മൂപ്പിക്കണേ, എന്നില്ലെങ്കിൽ ഇത് വേവത്തില്ല. കാരണം നമുക്ക് ഒന്ന് ബ്ലാഞ്ച് ചെയ്തതേ ഉള്ളായിരുന്നല്ലോ പീസ്, അല്ലാതെ ഒത്തിരി വേവിച്ചൊന്നുമില്ല. ഒന്ന് ബ്ലാഞ്ച് ചെയ്തപ്പോൾ ഗ്രീൻ പീസ് ക്രഷ് ചെയ്താണ് നമ്മളിട്ടത്. അത് നന്നായിട്ട് എന്നിട്ട് രണ്ട് സൈഡും മൂത്ത് കഴിയുമ്പോൾ അത് അതിൻ്റെ മുകളിലോട്ട് നെയ്യ് പുരട്ടി കൊടുക്കണം. അങ്ങനെ എല്ലാം നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ഇത് 3-4 ദിവസമൊക്കെ നമുക്ക് എവിടെയെങ്കിലും ട്രാവലിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ്. ഇത് ചീത്തയാവില്ല. പിന്നെ നമുക്ക് ടിഫിനിൽ കൊണ്ടുപോകാൻ തലേ ദിവസമേ ഉണ്ടാക്കി വേണമെങ്കിൽ വെക്കാം. ഇതാണ് ഞാൻ എൻ്റെ പ്ലേറ്റ്.